ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നടപടിക്രമങ്ങൾ അങ്ങനെ പുരോഗമിക്കുന്നതേ ഉള്ളൂ അല്ലേ? അപ്പോൾ എന്താണ് ഇന്നത്തെ സംഭവവികാസങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. 13 പേരുടെ ജാമ്യാപേക്ഷ മുൻപ് തള്ളിയിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, 13 പേരുടെ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു. ഇപ്പോൾ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, എപ്പോഴേക്കും കോടതി കേസ് പരിഗണിക്കും? രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നിർണായകമാണ് ഇന്ന് CPM നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ അടക്കമുള്ള പ്രവർത്തകർക്ക് ഇന്ന് നിർണായകമാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുകയാണ്, അതായത് ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. 9 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. ഈ 9 പേരുടെ ജാമ്യാപേക്ഷ മുൻപും കോടതി തള്ളിയതാണ്. കഴിഞ്ഞ ആഴ്ച 13 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയ സാഹചര്യമുണ്ടായിരുന്നു. മെയ് 27-ാം തീയതിയോട് കൂടിയാണ് തിരുവനന്തപുരത്തെ നന്ദാവനത്തുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലേക്ക് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ED അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥരെത്തിയത്. പരിശോധനയ്ക്കും മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളുടെ അന്വേഷണത്തിനായാണ് അന്ന് ഉദ്യോഗസ്ഥരെത്തിയത്. ഉദ്യോഗസ്ഥരെത്തി തിരികെ മടങ്ങും വഴിയാണ് ഏകദേശം 300-ലധികം വരുന്ന പ്രവർത്തകർ, CPM-ന്റെയും ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടുകയും ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തത്. കൊലപാതകത്തിന് സമാനമായ കുറ്റകൃത്യമാണ് ഇവർ ചെയ്തതെന്നുള്ളതാണ് ED ഉദ്യോഗസ്ഥരടക്കം EDയുടെ അഭിഭാഷകർ മുഖേന കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് 13 പ്രതികളുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ആഴ്ച പരിഗണിക്കുമ്പോൾ അത് കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിക്ക് മാത്രമാണ് നിലവിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. 9ാം പ്രതിയായിട്ടുള്ള ഹരീഷിന് മാത്രമാണ് ജാമ്യം ലഭ്യമായിട്ടുള്ളത്. ഇന്നിപ്പോൾ 9 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴും സമാന നിലപാട് തന്നെയായിരിക്കും ED ഉദ്യോഗസ്ഥർ അഭിഭാഷകൻ മുഖേന കോടതിയിൽ സ്വീകരിക്കുക. കാരണം ഇവർ പുറത്തിറങ്ങുകയാണെങ്കിൽ കേസന്വേഷണത്തെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് ED മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത്. കാരണം ഏകദേശം 300ഓളം പേർ, കണ്ടാലറിയാവുന്ന 300ഓളം പേർക്കെതിരെയായിരുന്നു അന്ന് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. പക്ഷേ കാര്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയോ കൃത്യമായി പ്രതികളിലേക്ക് എത്താനോ പോലീസിന് കഴിഞ്ഞില്ല. 25 പേരിലേക്ക് അന്വേഷണം ഒതുക്കുകയും 25 പ്രതികളെ മാത്രമാണ് പോലീസ് അന്ന് പിടികൂടുകയും ചെയ്തത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ജാമ്യം ലഭ്യമാകുകയാണെങ്കിൽ അത് കേസന്വേഷണത്തെ ബാധിക്കും. തെളിവുകളുടെ നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ED കോടതിക്ക് മുൻപാകെ അഭിഭാഷകൻ മുഖേന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇത് പരിഗണിക്കുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നും ഈ 9 പേരുടെയും ജാമ്യാപേക്ഷ തള്ളാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത്. ഏകദേശം 2.5 മാസത്തിലധികമായി CPM-ന് സംരക്ഷണം ഒരുക്കാൻ നിന്ന CPM പ്രവർത്തകർ തന്നെ ജയിലിലായിട്ട് മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കിയതായിരുന്നു ഒരു പറ്റം ആളുകൾ. അതിൽ കൃത്യമായ ഗൂഢാലോചന അന്ന് തന്നെ ED പറഞ്ഞതാണ്. ഫോൺ രേഖകൾ, ഒപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ, തടിച്ചുകൂടാനായിട്ടുള്ള ആഹ്വാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ED ഹാജരാക്കിയിട്ടുണ്ട്. ഇതടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 13 പേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. ഇന്നും സമാനമായി തന്നെ ജാമ്യം തള്ളണം എന്നുള്ള ആവശ്യം പ്രോസിക്യൂഷന് മുൻപാകെയും കോടതിക്ക് മുൻപാകെയും അന്വേഷണ സംഘം വെക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. EDയും അത്തരത്തിലൊരു നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചിട്ടുമുള്ളത്. അതെ, എന്തായാലും CPM കരുതിയത് ഈ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയൊക്കെ തടയുന്നത് പോലാണ് ED ഉദ്യോഗസ്ഥരെ തടഞ്ഞാൽ സാധാരണ ഒരു കേസെടുത്ത് പറഞ്ഞെങ്കിൽ വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ കാര്യങ്ങൾ പന്തിയല്ല. വെളിച്ചം കണ്ടിട്ടില്ല. അതെ, ഗൂഢാലോചനക്കാർക്കും കുരുക്ക് മുറുകും, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ED കൃത്യമായ നിലപാട് കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിലൊക്കെ കോടതിയെ അറിയിച്ചിരുന്നതാണ്. ഇവരെ പുറത്ത് വിട്ടാൽ അത് ED ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും ഭീഷണിയാണ് എന്നുള്ള ഒരു നിലപാട്, എന്നുള്ള വാദം തന്നെയാണ് ED ഉദ്യോഗസ്ഥർ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നത്. എന്തായാലും 9 പേരുടെ ജാമ്യാപേക്ഷ കൂടി ഇന്ന് കോടതിയുടെ മുൻപാകെ എത്തുകയാണ്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.